വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഫേഷ്യലിംഗ് ആണ്. നല്ല റിസൾട്ട് ഉള്ളതാണ്. അതുകൊണ്ട് ഞാനിത് ചെയ്ത് നോക്കി നല്ല റിസൾട്ട് ആയതുകൊണ്ട് നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വേണ്ട സാധനം എന്ന് പറയുന്നത് പോൺസിൻ്റെ പൗഡറാണ്. ഏത് പൗഡർ വേണമെങ്കിലും എടുക്കാം. പോൺസിൻ്റെ പൗഡറാണ്. പിന്നെയെന്ന് പറയുന്നത് റോസ് വാട്ടറാണ് കേട്ടോ. റോസ് വാട്ടറാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം ഒരു ഇതെടുക്കുക, പ്ലേറ്റ്, അതായത് ചെറിയൊരു ഇതെടുക്കുക. അതിലേക്ക് നമുക്ക് റോസ് വാട്ടർ ഒഴിക്കാം. കട്ട് ചെയ്യാം. റോസ് വാട്ടർ എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് റോസ് വാട്ടർ ഇതിൽ ഒഴിക്കാം. നിങ്ങൾക്ക് വീട്ടിൽ റോസ് വാട്ടർ ഉണ്ടാക്കി ചെയ്യുന്നവർക്കും അങ്ങനെ ചെയ്യാം. ഇത് ഞാൻ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മേടിച്ചതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ആവശ്യത്തിന് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനിയെന്ന് പറയുന്നത് ഇതാണ് റോസ് വാട്ടർ. ഇനിയെന്ന് പറയുന്നത് ഇനി ആവശ്യത്തിന് പൗഡർ ഇതിലിടുക. ആവശ്യത്തിന് പൗഡർ ഇതിലിട്ടിട്ട് ഒരു സ്പൂൺ കൊണ്ടോ കൈ കൊണ്ടോ നല്ലവണ്ണം നമുക്കിതിനെ ഒന്ന് കുഴച്ചെടുക്കാം. അപ്പം കുറച്ചുകൂടെ ഇതിലിടാൻ കേട്ടോ. കുറച്ചുകൂടെ പൗഡർ ഞാൻ ഇതിലിടണം. ഇനി എൻ്റെ മുഖം ഒന്ന് ഞാൻ ക്ലീൻ ചെയ്തതിന് ശേഷം, അതായത് നല്ലവണ്ണം ഒന്ന് കഴുകിയതിന് ശേഷം ഞാനിതിട്ട് കൊടുക്കുകയാണ്. കട്ട് ചെയ്യും. അപ്പം ഞാൻ മുഖം നല്ലവണ്ണം ഒന്ന് ക്ലീൻ ചെയ്യാണ്. നല്ലവണ്ണം ഞാൻ ക്ലീൻ ചെയ്തിട്ടാണ് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനി ഒന്ന് നമുക്ക് ഇതിനെ ഒന്ന് തുടയ്ക്കാം. നല്ലവണ്ണം ഒന്ന് തുടച്ചതിന് ശേഷം ഞാൻ ഈ പാക്ക് നമ്മുടെ മുഖത്ത് എവിടെയൊക്കെയാണോ വേണ്ടത് ആ ഭാഗത്തൊക്കെ ചെയ്ത് കൊടുക്കുക. നല്ലതുപോലെ. ചിലപ്പോൾ നമുക്ക് ഇടുന്ന സമയത്ത് ഒരു നീറ്റൽ പോലെ വരും. അത് നമ്മൾ കാര്യമാക്കേണ്ട കാര്യമില്ല. അപ്പോൾ നല്ലതുപോലെ ഒന്ന് മുഖം മൊത്തം നമുക്കൊന്ന് ചെയ്ത് കൊടുക്കാം. ബ്യൂട്ടി പാർലറിൽ പോകേണ്ട കാര്യമേ ഇല്ല. വീട്ടിൽ ഇരുന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഫേഷ്യലിംഗ് ആണ്. നല്ലതുപോലെ കണ്ണിൻ്റെ അടിഭാഗത്തും എല്ലാം നല്ലതുപോലെ. കഴുത്തിൽ വേണമെങ്കിൽ ഇടാം. ഞാനിപ്പോൾ കഴുത്തിൽ ഇടുന്നില്ല കേട്ടോ. ഇല്ലടാ ആയാ. അപ്പോൾ ഇതിന് ഒരു 30 മിനിറ്റ് ഉണങ്ങാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്ത് വെച്ചേക്കണേ. 30 മിനിറ്റ് ഉണങ്ങാൻ വേണ്ടി. അപ്പോൾ ഉണങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് വെച്ചേക്കാം. അങ്ങോട്ട് റൗണ്ട് മുട്ടിനെ. അപ്പോൾ നമ്മുടെ പുരട്ടിയ ഇത് നല്ലവണ്ണം ഉണങ്ങിയിട്ടുണ്ട്. അത് നമുക്ക് ഇത് തുടയ്ക്കാം. തണുത്ത വെള്ളത്തിൽ തുടയ്ക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ കേട്ടോ. ഞാനിത് യൂസ് ചെയ്ത് നല്ല റിസൾട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കും കൂടെ ഇത് പരിചയപ്പെടുത്തി തന്നത്. അപ്പം കണ്ടാൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം ഞാൻ മേക്കപ്പ്, അതായത് ക്രീമൊക്കെ ചെയ്തതിന് ശേഷം കഴുകി ക്ലീൻ ആക്കിയതിന് ശേഷമുള്ളതാണ്. അപ്പം എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ഫാഷനിങ് ചെയ്തിട്ട് പോകാൻ നല്ല റിസൾട്ടാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കാതെ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കൂട്ടുകാരെ. അപ്പോൾ ഒത്തിരി നന്ദി.